ഏറ്റവും വിചിത്രമായ 34 പഴങ്ങൾ. നമ്പർ 34, ബ്രെഡ് ഫ്രൂട്ട്. മുഴകൾ നിറഞ്ഞ ഒരു വലിയ പച്ചപ്പഴം. ഇത് ഒരു ജാക്ക് പഴം പോലെ കാണപ്പെടുന്നു. വറുക്കുമ്പോൾ ഇത് പുതുതായി ചുട്ട റൊട്ടി പോലെയാണ് രുചി. പല ദ്വീപുകളിലും അരിയോ ഉരുളക്കിഴങ്ങോ പകരം ഇത് കഴിക്കുന്നു. നമ്പർ 33, കശുവണ്ടിപ്പരിപ്പ്. മിക്ക ആളുകൾക്കും കശുവണ്ടിപ്പരിപ്പ് അറിയാം, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ കടും ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ പഴത്തിന്റെ അടിയിൽ നിന്നാണ് വളരുന്നത്. നട്ട് വിഷാംശം നിറഞ്ഞതാണ്, പക്ഷേ അതിന്റെ ചിയഞ്ഞ മാംസം മധുരവും എരിവും ഉള്ളതും പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നു. നമ്പർ 32, ഫിസിലസ്. ഗോൾഡൻ ബെറി അല്ലെങ്കിൽ കേപ്പ് നെല്ലിക്ക എന്നും അറിയപ്പെടുന്ന ഈ ചെറിയ ഓറഞ്ച് പഴം ഒരു വിളക്ക് പോലെ കാണപ്പെടുന്ന ഒരു കടലാസ് പോലുള്ള തൊണ്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. തക്കാളിയുടെയും പൈനാപ്പിളിന്റെയും മിശ്രിതമാണ് രുചി, ഒരേ സമയം മധുരവും എരിവും. നമ്പർ 31, കിവാനോ. കൊമ്പുള്ള തണ്ണിമത്തൻ എന്നറിയപ്പെടുന്ന ഇതിന് തിളക്കമുള്ള ഓറഞ്ച് നിറത്തിലുള്ള സ്പൈക്കി തൊലിയുണ്ട്. ഇത് തുറന്നു മുറിക്കുക, അകത്ത് വിത്തുകൾ നിറഞ്ഞ പച്ച ജെല്ലി മാംസമുണ്ട്. വാഴപ്പഴവുമായി കലർത്തിയ വെള്ളരിക്ക പോലെയാണ് രുചി. നമ്പർ 30, ജപ്പാനിൽ നിന്നുള്ള അപൂർവമായ പർപ്പിൾ പോഡായ അബ്ബിയ. പഴുക്കുമ്പോൾ പിളരുന്നു, അകത്ത് ഒരു ജെല്ലി പോലുള്ള പൾപ്പുണ്ട്. നിങ്ങൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ കൈപ്പേറിയ തൊലി ചിലപ്പോൾ സ്റ്റഫ് ചെയ്ത് വറുത്തെടുക്കും. നമ്പർ 29, ഗാക് ഫ്രൂട്ട്. കടും ചുവപ്പ് നിറത്തിലും മൃദുവായ സ്പൈക്കുകളാൽ പൊതിഞ്ഞതുമായ വിയറ്റ്നാമിൽ നിന്നുള്ള ഈ പഴം മിക്കവാറും അപകടകരമാണെന്ന് തോന്നുന്നു. പക്ഷേ അത് പൊട്ടിച്ചാൽ ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞ രക്ത ചുവപ്പ് നിറത്തിലുള്ള പൾപ്പ് നിങ്ങൾക്ക് കാണാം. ഇത് സൗമ്യവും ചെറുതായി നട്ടുള്ളതുമാണ്, മാത്രമല്ല വളരെ പവിത്രവുമാണ്. ഇത് പലപ്പോഴും ഉത്സവങ്ങളിൽ മാത്രമേ കഴിക്കൂ. നമ്പർ 28, കറുത്ത സപ്പോട്ട. ചോക്ലേറ്റ് പുഡിംഗ് ഫ്രൂട്ട് എന്നും അറിയപ്പെടുന്നു. പുറത്ത് ഇത് ഒരു പച്ച തക്കാളി പോലെ കാണപ്പെടുന്നു, പക്ഷേ പഴുക്കുമ്പോൾ മാംസം കടും തവിട്ട് നിറത്തിലും മൃദുവായതും മധുരമുള്ളതുമായി മാറുന്നു, ചോക്ലേറ്റ് മൗസ് പോലെ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഒരു മധുര പലഹാരം. നമ്പർ 27, ലോങ്കൻ. ഡ്രാഗൺസായി എന്ന് വിളിക്കപ്പെടുന്ന ഈ പഴം ഒരിക്കൽ തൊലി കളഞ്ഞ മാർബിൾ പോലെ കാണപ്പെടുന്നു. അർദ്ധസുതാര്യവും ചിയഞ്ഞതും ചെറുതായി മസ്കിയുമാണ്. ഇത് ലിച്ചിയോട് സാമ്യമുള്ളതാണ്, പക്ഷേ ആഴത്തിലുള്ള രുചിയുമുണ്ട്. ഏഷ്യയിൽ ഇത് പലപ്പോഴും ഉണക്കി ഹെർബൽ ടീകളിൽ ഉപയോഗിക്കുന്നു. നമ്പർ 26, കുവാസു. കൊക്കോയുടെ ഒരു മഴക്കാടിന്റെ കസിൻ. ഇതിന് ഒരു പരുക്കൻ തവിട്ടു നിറത്തിലുള്ള പുറന്തോടുണ്ട്, പക്ഷേ അതിനുള്ളിൽ ക്രീം പോലെ വെളുത്ത പൾപ്പ് പൈനാപ്പിളുമായി കലർത്തിയ ചോക്ലേറ്റിന്റെ മണം. ഇത് പലപ്പോഴും ആമസോണിൽ മിഠായികളായും ജ്യൂസായും മാറുന്നു. നമ്പർ 25, മോൺസ്റ്ററ ഡെലിസിയോസ. പഴുക്കുമ്പോൾ അതിന്റെ പച്ച നിറത്തിലുള്ള ചെതുമ്പൽ പഴം വാഴപ്പഴത്തിന്റെയും പൈനാപ്പിളിന്റെയും മിശ്രിതം പോലെയാണ് രുചിക്കുന്നത്, പക്ഷേ വളരെ നേരത്തെ കഴിക്കുക, ഉള്ളിലെ കാൽസ്യം ഓക്സലേറ്റുകൾ നിങ്ങളുടെ തൊണ്ട പൊള്ളി. നമ്പർ 24, ഗമ്മി വേം ഫ്രൂട്ട്. വളച്ചൊടിച്ച റബ്ബർ പോലെയുള്ള പുഴു പോലെയുള്ള ഇത് നിങ്ങളുടെ കയ്യിൽ ആടുന്നതായി തോന്നുന്നു. ഇതിന്റെ പുളിച്ച മധുരമുള്ള പൾപ്പ് ഭക്ഷ്യയോഗ്യമാണ്, പക്ഷേ മിക്ക ആളുകൾക്കും കാഴ്ചയെ മറികടക്കാൻ കഴിയില്ല. നമ്പർ 23, കോട്ടൺ ഫ്രൂട്ട്. പേര് നിങ്ങളെ കബളിപ്പിക്കാൻ അനുവദിക്കരുത്. ഇത് ഒട്ടും മൃദുവല്ല. അതിന്റെ കടുപ്പമുള്ള മഞ്ഞ തൊലിയുടെ അടിയിൽ മധുരവും പുളിയും ഉള്ള ഒരു വെളുത്ത കോട്ടൺ മാംസം നിങ്ങൾ കണ്ടെത്തും. നമ്പർ 22, ട്യൂണ. ഈ കള്ളിച്ചെടി പഴം ചെറിയ മുള്ളുകളാൽ പൊതിഞ്ഞ ഒരു തൊലിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നു. തൊലി കളഞ്ഞുകഴിഞ്ഞാൽ തണ്ണിമതനും കിവിയും തമ്മിലുള്ള മിശ്രിതം പോലെ രുചിയുള്ള ഒരു ഊർജ്ജസ്വലവും ചിയഞ്ഞതുമായ മാംസം ഇത് വെളിപ്പെടുത്തുന്നു. നമ്പർ 21, ജെല്ലി പാം ഫ്രൂട്ട്. ആപ്രിക്കോട്ട് വലുപ്പത്തിലുള്ള പഴങ്ങൾ വളരുന്ന ഒരു ഈന്തപ്പനയെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മഞ്ഞ ഓറഞ്ച് പഴങ്ങൾ പശിമയുള്ളതും മധുരമുള്ളതും വാഴപ്പഴത്തിൽ കലർത്തിയ പൈനാപ്പിളിന്റെ രുചിയുള്ളതുമാണ്. തെക്കേ അമേരിക്കയിലാണ് ഇവ കൂടുതലും കാണപ്പെടുന്നത്. ഇവ പലപ്പോഴും വീഞ്ഞോ ജെല്ലിയോ ആയി മാറുന്നു. നമ്പർ 20, ഐസ്ക്രീം ബീൻസ്. ഒരു ഭീമൻ പച്ചപ്പോട് പോലെ കാണപ്പെടുന്നു, പക്ഷേ അത് തുറന്ന് അകത്ത് വെക്കാം. വാനില ഐസ്ക്രീമിന്റെ രുചിയുള്ള മൃദുവായ വെളുത്ത പഴം. മധ്യ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഇത് മരങ്ങളിൽ വളരുന്നു. ഇത് ഒരു പ്രിയപ്പെട്ട കാട്ടു ലഘുഭക്ഷണമാണ്. നമ്പർ 19, നോണിപ്പഴം. ഒരു കട്ടിയായ ഉരുളക്കിഴങ്ങു പോലെ കാണപ്പെടുന്നു, ശക്തമായ ചീസ് പോലെ മണക്കുന്നു. എങ്ങനെയോ ആളുകൾ ഇത് ജ്യൂസായി കുടിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ടതും വെറുക്കപ്പെടുന്നതുമായ പഴങ്ങളിൽ ഒന്നാണിത്. പോളിനേഷ്യയിലുടനീളം വളരുന്ന ഈ പഴം പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. പ്രതിരോധശേഷിയും ദഹനവും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്പർ 18, പാമ്പ് പഴം. സലാക്ക് എന്നും അറിയപ്പെടുന്നു. പാമ്പിന്റെ തൊലി പോലെ തോന്നിക്കുന്ന ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള ചെതുമ്പലുകൾ കൊണ്ട് പൊതിഞ്ഞ ഈ പഴം ഉള്ളിൽ വെളുത്തുള്ളി പോലെ തോന്നിക്കുന്ന തുണികളുണ്ട്, പക്ഷേ അവ ക്രോഷിയും മധുരവും എരിവും ഉള്ളതാണ്. നമ്പർ 17, ബുധന്റെ കൈ. മഞ്ഞ വിരലുകളുടെ കൂട്ടം പോലെ കാണപ്പെടുന്ന ഒരു പഴം. ഇതിന് പൾപ്പില്ല, ജ്യൂസ് ഇല്ല, മധുരമുള്ള പുറംതൊലി മാത്രമേ ഉള്ളൂ. മിഠായി, മദ്യം എന്നിവ ഉണ്ടാക്കാനോ മുറി സുഗന്ധമാക്കാനോ ഉപയോഗിക്കുന്നുള്ളൂ. നമ്പർ 16, മിറക്കിൾ ബെറി. പശ്ചിമാഫ്രിക്കയിൽ കാണപ്പെടുന്ന ഈ ചുവന്ന ബെറി ക്രാൻബെറിയുടെ രുചിയാണ്, പക്ഷേ ഒരിക്കൽ കഴിച്ചാൽ പുളിച്ച ഭക്ഷണങ്ങൾക്ക് മധുരം അനുഭവപ്പെടും. നമ്പർ 15, ഡൂറിയൻ. പഴങ്ങളുടെ കുപ്രസിദ്ധ രാജാവ്. വലുതും മൂർച്ചയുള്ളതും അതിന്റെ ഗന്ധം കാരണം പൊതുഗതാഗതത്തിൽ നിരോധിച്ചിരിക്കുന്നു. കുത്ത് എന്നാൽ ഉള്ളിൽ മാംസം ക്രീമിയും സമ്പന്നവുമാണ്. കസ്റ്റാർഡുകൾ, കാരമൽ, ചീസ് കേക്ക് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാട്ടുകാർ പറയുന്നത് ഇത് നരകതുല്യമായ മണമാണ്. നമ്പർ 14, മുലക്കണ്ണ പഴം. തിളക്കമുള്ള മഞ്ഞയും ആകൃതിയിലുള്ളതും തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഈ വിചിത്രമായ പഴം യഥാർത്ഥത്തിൽ വിഷാംശമുള്ളതാണ്, പക്ഷേ ഇത് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ആത്മീയ ആചാരങ്ങളിലും അലങ്കാരമായി ഉപയോഗിക്കുന്നു. നമ്പർ 13, ഐസ്ക്രീം വാഴപ്പഴം. നീല ജാവ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു തണുത്തുറഞ്ഞ നീല വാഴപ്പഴം പോലെ കാണപ്പെടുന്നു, പക്ഷേ കടിച്ചാൽ വാനില ഐസ്ക്രീമിന്റെ രുചിയാണ്. ഹവായ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളത്. നമ്പർ 12, നെപ്പ പാം ഫ്രൂട്ട്. തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളമുള്ള കണ്ടൽക്കാടുകളിൽ കാണപ്പെടുന്ന ഈ പഴം മരപ്പൈൻ കോണുകളുടെ ഒരു കൂട്ടം പോലെയാണ് കാണപ്പെടുന്നത്. നമ്പർ 14, മുലക്കണ്ണ പഴം. തിളക്കമുള്ള മഞ്ഞയും ആകൃതിയിലുള്ളതുമാണ്. നിങ്ങൾക്കറിയാമോ, തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഈ വിചിത്രമായ പഴം യഥാർത്ഥത്തിൽ വിഷാംശം നിറഞ്ഞതാണ്, പക്ഷേ ഇത് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ആത്മീയ ആചാരങ്ങളിലും അലങ്കാരമായി ഉപയോഗിക്കുന്നു. നമ്പർ 13, ഐസ്ക്രീം വാഴപ്പഴം. നീല ജാവ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു തണുത്തുറഞ്ഞ നീല വാഴപ്പഴം പോലെ കാണപ്പെടുന്നു, പക്ഷേ കടിച്ചാൽ വാനില ഐസ്ക്രീമിന്റെ രുചിയാണ്. ഹവായ, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളത്. നമ്പർ 12, നെപ്പ പാം ഫ്രൂട്ട്. തെക്കുകിഴക്കൻ ഏഷ്യയിലുടനീളമുള്ള കണ്ടൽക്കാടുകളിൽ കാണപ്പെടുന്ന ഈ പഴം മരപ്പൈൻ കോണുകളുടെ ഒരു കൂട്ടം പോലെയാണ് കാണപ്പെടുന്നത്. വെള്ളത്തിൽ വളരുന്ന ഒരു ഈന്തപ്പനയിലാണ് ഇത് വളരുന്നത്. വിനാഗിരി, പഞ്ചസാര, ലഹരിപാനീയങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ ഇതിന്റെ പഴങ്ങൾ ഉപയോഗിക്കുന്നു. കടുപ്പമുള്ള പുറന്തോട് മറികടക്കാൻ
ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മധുരവും ചവയ്ക്കുന്നതുമായ ലഘുഭക്ഷണത്തിനായി ഇത് പൊട്ടിക്കുക. നമ്പർ 11 ഓസ്ട്രേലിയൻ ഫിംഗർ ലൈം. ഇത് പൊട്ടിച്ച് സിട്രസ് പഴങ്ങളുടെ മുത്തുകൾ, വായിൽ പൊട്ടുന്ന ചെറിയ ജ്യൂസിയുള്ള മണികൾ എന്നിവ ഒഴിക്കുക. ഇത് അപൂർവവും വിലയേറിയതുമാണ്. ഓസ്ട്രേലിയയിലെ മഴക്കാടുകളിൽ കാട്ടിൽ വളരുന്നു. ഇത് പ്രകൃതിയുടെ സ്വന്തം കാവിയാർ പോലെയാണ്. നമ്പർ 10 മുട്ടയുടെ പഴം. മെക്സിക്കോയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നുമുള്ള ഈ തിളക്കമുള്ള മഞ്ഞ പഴത്തിന് അല്പം വരണ്ടതും ചോക്കി പോലുള്ളതുമായ ഒരു ഘടനയുണ്ട്. മിക്ക വേവിച്ച മഞ്ഞക്കരു പോലെയാണ്. പക്ഷേ വഞ്ചിതരാകരുത്. ഇത് അവിശ്വസനീയമാംവിധം മധുരമുള്ളതാണ്. ചുട്ടുപഴുപ്പിച്ച മധുരക്കിഴങ്ങിൽ കലർത്തിയ പപ്പായയെ ഓർമ്മിപ്പിക്കുന്ന രുചികൾ. നമ്പർ 9 കുക്കമലോൺ. മൗസ് മെലൺ എന്നും അറിയപ്പെടുന്നു. അവ ചെറിയ തണ്ണിമത്തൻ പോലെ കാണപ്പെടുന്നു. പക്ഷേ നിങ്ങൾ ഒന്ന് കഴിക്കുമ്പോൾ കുമ്മായം പിഴിഞ്ഞ വെള്ളരിക്ക പോലെ പുളിയും ക്രിസ്പിയും അനുഭവപ്പെടുന്നു. അവ ഉന്മേഷദായകവും വിചിത്രമായ ആസക്തി ഉളവാക്കുന്നതുമാണ്. നമ്പർ 8 ഫ്രൂട്ട്. ഇത് മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വീണതുപോലെ കാണപ്പെടുന്നു. ഡസൻ കണക്കിന് തിളക്കമുള്ള ഓറഞ്ച് കീകളായി വിഘടിക്കുന്ന ഒരു ഭീമൻ മുള്ളുള്ള പന്ത്. മധുരമുള്ള നാരുകളുള്ള ജ്യൂസ് പുറത്തുവിടാൻ നിങ്ങൾ കഷണങ്ങൾ ചവയ്ക്കുന്നു. പോളിനേഷ്യക്കാർ നൂറ്റാണ്ടുകളായി ഇത് കഴിക്കുന്നു. കൂടാതെ ഇത് ഔഷധത്തിനും നെയ്ത്തിനും ഉപയോഗിക്കുന്നു. 7 നമ്പർ നിലക്കടല വെണ്ണപ്പഴം. ചെറുതും കടും ചുവപ്പും ഉള്ളിൽ ക്രീമിയും. അതെ, ഇത് യഥാർത്ഥത്തിൽ അല്പം മധുരവുമായി കലർത്തിയ നിലക്കടല വെണ്ണയുടെ രുചിയാണ്. ചിലർ ഇത് സ്മൂത്തികൾക്കോ സ്പ്രെഡുകൾക്കോ ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിൽ വിറ്റാമിനുകളുടെ എ, ഇ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മധുരപലഹാരം പോലെ തോന്നിക്കുന്ന ഒരു പഴമാണ്. 6 നമ്പർ നീല സോസേജ് പഴം. തീർച്ചയായും ലോകത്തിലെ ഏറ്റവും ഭയാനകമായ പഴങ്ങളിലൊന്ന്. ഇത് ഹിമാലയത്തിൽ വളരുന്നു. നീളമുള്ള നീല വിരലുകളുടെ ആകൃതിയിലാണ്. ഇത് പൊട്ടിച്ചാൽ അകത്ത് മധുരമുള്ള തണ്ണിമത്തന്റെ രുചിയുള്ള അർദ്ധസുതാര്യമായ ജെല്ലി പൾപ്പ് നിറഞ്ഞിരിക്കുന്നു. 5 നമ്പർ മേജർ ജെങ്കിൻസ് ഫാൻ പാം പഴം. താഴ്ന്നിൽ കാണപ്പെടുന്ന ഈ ഇരുണ്ട വൃത്താകൃതിയിലുള്ള പഴം നിങ്ങൾ പിളർത്തുന്നതുവരെ നിരുപദ്രവകരമായി കാണപ്പെടുന്നു. അകത്ത് മണലും എണ്ണമയമുള്ളതുമായ പൾപ്പുണ്ട്. അതിന്റെ രുചി സോസേജിന്റെ രുചിയാണെന്ന് നാട്ടുകാർ പറയുന്നു. 4 നമ്പർ മാക്രോഡ്. കോഫർ ലൈം എന്നും അറിയപ്പെടുന്നു. പഴത്തേക്കാൾ ഇലകൾക്കാണ് ഇത് കൂടുതൽ പ്രശസ്തം. പുറംതൊലി വളരെ കുത്തനെയുള്ളതായി തോന്നുന്നു. അത് അന്യമായി കാണപ്പെടുന്നു. കൂടാതെ സുഗന്ധം വളരെ തീവ്രമാണ്. ഇത് എണ്ണകളിലും കറികളിലും ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളിലും പോലും ഉപയോഗിക്കുന്നു. നമ്പർ 3 പുളി. ഒറ്റനോട്ടത്തിൽ ഇത് ഒരു ഉണങ്ങിയ നിലക്കടല കായ പോലെയാണ് തോന്നുന്നത്. പക്ഷേ അത് പൊട്ടിച്ചാൽ നാരങ്ങയുമായി കലർത്തിയ കാരമൽ പോലെ രുചിയുള്ള സ്റ്റിക്കി ബ്രൗൺ പൾപ്പ് ലഭിക്കും. മധുരവും പുളിയും മിഠായി മുതൽ സോസുകൾ വരെ എല്ലാത്തിലും ഉപയോഗിക്കുന്നു. നമ്പർ 2 പുളിച്ച സോപ്പ്. പച്ച സ്പൈക്കുകളിൽ പൊതിഞ്ഞ ഇത് ഭയപ്പെടുത്തുന്നതായി തോന്നുന്നു. പക്ഷേ ഉള്ളിൽ ശുദ്ധമായ മധുരപലഹാരമാണ്. ഇതിന്റെ മൃദുവായ വെളുത്ത മാംസം പൈനാപ്പിൾ, വാഴപ്പഴം, സിട്രസ് എന്നിവയുടെ മിശ്രിതത്തിന്റെ രുചിയാണ്. ചിലർ ഇത് ഐസ്ക്രീമിലും ഉപയോഗിക്കുന്നു. നമ്പർ 1 സ്റ്റാർ ആപ്പിൾ. മധ്യ അമേരിക്കയിൽ നിന്നുള്ള ഈ പർപ്പിൾ പഴം മുറിക്കുമ്പോൾ പാൽ ജ്യൂസ് ശ്രവിക്കുന്നു. ഇത് കുറുകെ മുറിച്ചാൽ ഉള്ളിൽ ഒരു തികഞ്ഞ നക്ഷത്രാകൃതി കാണാം. മധുരവും ഉഷ്ണമേഖല നിങ്ങൾ പരീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി. തലച്ചോറ് പോലെ കാണപ്പെടുന്ന പഴങ്ങൾ മുതൽ വെണ്ണയോ വെളുത്തുള്ളിയോ പോലെ മണക്കുന്നവ വരെ പ്രകൃതിയുടെ സർഗാത്മകതയ്ക്ക് അതിരുകളില്ല. അത് തിളക്കമുള്ള ഓറഞ്ച് ഗാഗ് പോലുള്ള ജെല്ലി ആയാലും സ്കെലി സലാക്ക് ആയാലും ഓരോ പഴവും പരിണാമത്തിന്റെയും സംസ്കാരത്തിന്റെയും രുചിയുടെയും കഥ പറയുന്നു. നമ്മുടെ ഗ്രഹം എത്രമാത്രം വൈവിധ്യപൂർണവും അത്ഭുതകരവുമാണെന്ന് ഈ പഴങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കും.